Yes. So Kushka Talks is the Bangalore's first Malayali podcast channel. ഇപ്പൊ ബാംഗ്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷത്തോളം മലയാളീസ് ഉണ്ട്. അതും ഓരോരോ കാരണങ്ങളും, ഒന്ന് പഠിക്കാനായിട്ട്, അതുപോലെ തന്നെ ജോലി ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ, അതായത് കൊല്ലങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ പഴയ മോഹൻലാൽ സിനിമയിലൊക്കെ വന്ദനം തൊട്ട് ജോണി വാക്കർ പേര് എണ്ണം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അന്ത കാലം തൊട്ടേ നമ്മുടെ മലയാളികളുടെ ഒരു എന്താ പറയുക ഒരു ഡ്രീം സ്പോട്ട് പോലത്തെ സംഭവമാണ് നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റേ ആണെങ്കിലും ലോങ് സ്റ്റേ ആണെങ്കിലും ഇവിടെ കൊല്ലങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട് എന്നൊക്കെ പോലെ. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ ഒരുപാട് മലയാളീസ് ഇവിടെ ബാംഗ്ലൂർ ഉണ്ട്. സോ അവർക്കായിട്ട് ഒരു മലയാളി പോഡ്കാസ്റ്റ് ചാനൽ ഇല്ലാന്ന് പറയുമ്പോൾ അതൊരു കുറവല്ലേ? കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഇല്ല. അപ്പൊ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഷ്ക ടോക്സ് ആയിട്ട് വരുന്നത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ചാൽ, നീയാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത് കുഷ്ക. വൈ? എന്തുകൊണ്ടാണ് കുഷ്ക? കുഷ്ക എന്ന് പറഞ്ഞാല് നമ്മുടെ ബാംഗ്ലൂരിലെ മലയാളീസ് കുഷ്ക കഴിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. ഒരു 10-70 റുപ്യ 80-90 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നോൺ വെജ് ഫുഡ് നമ്മുടെ വയറും നിറയും മനസ്സും നിറയും. അതേപോലെ ഇപ്പൊ ഇവിടെ വന്നു ബാംഗ്ലൂർ പുതിയ ഒരാൾ വന്നു, ഏത് ഫുഡാ സജസ്റ്റ് ചെയ്ത് തരാന്ന് വെച്ചാല് കുഷ്ക. ഞാൻ വന്ന സമയത്ത് ഏകദേശം ഒരു 30 രൂപയായിരുന്നു. ഇപ്പം എത്രയാ? ഒരു 40-50. പക്ഷെ അങ്ങനെ വില കൂടി 50 രൂപ കുഷ്ക, 50 രൂപ. അതെ, മനസ്സും നിറയും നോർമൽ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഷ്കൊക്കെ അതിന് മാത്രം റേറ്റ് ഒന്നും കൂടിയിട്ടില്ല. അതെ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും മലയാളികൾ, എസ്പെഷ്യലി നമ്മുടെ ബാംഗ്ലൂരിലുള്ള മലയാളീസിന്റെ മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ മിക്കവാറും കുഷ്കയിലേക്ക് ഷിഫ്റ്റ് ആണെന്ന് നമുക്ക് കാണാം, ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട്. അതെ. ഈ കുഷ്കയുടെ ഉത്ഭവം എങ്ങനെയാ? എവിടുന്നാണ് നമ്മുടെ ഈ കുഷ്ക? ഈ കുഷ്ക എന്ന് പറഞ്ഞാൽ പക്ക നമ്മുടെ നാട്ടിലെ ബിരിയാണി റൈസ് ഇവിടുത്തെ പറയുകയാണെങ്കിൽ അമ്പൂർ ബിരിയാണി റൈസ് ആയിട്ട് കിട്ടത്തില്ല. ഇവിടെ കിട്ടും കുഷ്ക എന്ന് പറഞ്ഞാൽ. അതിലിപ്പോ പീസൊക്കെ കിട്ടുവാണെങ്കിൽ ലോട്ടറി എന്ന് പറയുന്നത്, പീസ് കിട്ടിയ ലോട്ടറി. പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് കുഷ്ക പറയുമ്പോ അതിലൊരു പീസ് ഒക്കെ വരികയാണെ അന്ന് സംഭവം. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ കുഷ്കാന്റെ പേര് എന്തുകൊണ്ട് നമ്മളെ പോഡ്കാസ്റ്റ് ചാനലിൽ ആപ്റ്റ് ആണ്. സോ കമ്മിങ് ബാക്ക്, അപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും. ഇപ്പൊ ടോപ്പിക്സിന് ക്ഷാമമില്ല. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡെയിലി 3-4 കാലാവസ്ഥ, ക്ലൈമറ്റ് 3-4 പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഇഷ്ടം പോലെ വരികയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു മിനിറ്റിന് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബാംഗ്ലൂരിലുള്ള എസ്പെഷ്യലി മലയാളീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൽ നമ്മൾ വരും ദിവസങ്ങൾ നമ്മൾ ഇതാക്കുക. സോ ബേസിക്കലി എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാവും വിത്ത് ന്യൂ ടോപ്പിക്സ് ആൻഡ് എവറിത്തിങ്. അത് മാത്രമല്ല, നമ്മള് ഭാവിയിൽ ഗസ്റ്റിനും ചിലപ്പോ പറയാൻ പറ്റില്ല, ഇവരിൽ ആരെങ്കിലും ഒരാളല്ലേ ചിലപ്പോൾ അതൊന്നും വേണമെന്നില്ല. നമ്മുടെ ബാംഗ്ലൂർ റിലേറ്റഡ് നല്ലൊരു കണ്ടന്റ് വിഷയം ഉണ്ടെങ്കിൽ അതെ. അപ്പൊ അതാണ് നമ്മള് ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഷ്ക ടോക്സ് ആയിട്ട്, അല്ലെ? സോ ഇപ്പൊ എല്ലാരും ഈ പറയുന്ന പോലെ ഡിസംബർ ആണ്. ഡിസംബർ ആകുമ്പോൾ നമുക്കറിയാം ഇനി ക്രിസ്മസ് വരാൻ പോവാണ്, ന്യൂ ഇയർ വരാൻ പോവാണ്. ഇപ്പൊ എല്ലാരും ഓട്ടത്തിലാണ്, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ കമ്പനി, ഞാനിവിടെ വർക്ക് ചെയ്യാട്ടോ. അപ്പം എന്റെ കമ്പനിയിൽ ഇപ്പൊ ഒന്നാമത് വെച്ചാൽ പകുതി പേരുമില്ല, എല്ലാരും ലോങ് ലീവിലാണ്, എല്ലാരും നാട്ടിൽ പോവാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഇയർ ആകുമ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ ആരും ബാംഗ്ലൂരിൽ കാണില്ല. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. എന്താ നിന്റെ അവസ്ഥ? എന്താ ക്രിസ്മസ് ആയിട്ട് വർക്ക് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടോ? ബാംഗ്ലൂരായിരിക്കും ക്രിസ്മസ്. ലാസ്റ്റ് 2 years ആയിട്ട് കോട്ടയത്തൊക്കെ പോയിട്ടായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ച്. നമ്മളെ അച്ഛൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, അവരിപ്പോ അടിച്ചു പൊളിച്ച്. പക്ഷെ ഈ വർഷം നടക്കുന്നു തോന്നുന്നില്ല. ബാംഗ്ലൂരിലത്തെ ക്രിസ്മസ് എക്സ്പ്ലോർ. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോകട്ടോ. വീട്ടുകാരുടെ കൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അതിന് വേറെ വൈബാ. കാരണം 3-4 കൊല്ലം ബാംഗ്ലൂർ തന്നെ ആഘോഷിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ കുറച്ച് ഇനി ഫാമിലിന്റെ കൂടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നാട്ടിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താ? ടിക്കറ്റ് 2 മാസം മുമ്പ് ബുക്ക് ചെയ്താൽ ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏകദേശം അത് ഈ സീസൺ ടൈമിൽ നമ്മുടെ ബസിന്റെ ട്രെയിനിലുള്ള കാര്യം നമുക്ക് അറിയാൻ തന്നെയാണ്. ഫ്ലൈറ്റ് എടുത്താൽ പിന്നെ ബസ്സിനെക്കാട്ട് ലാഭമായിരിക്കും. ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ലാഭം. കൊച്ചിയിലേക്ക് നോക്കുമ്പോൾ ഫ്ലൈറ്റ് ആണ് ലാഭം. അതെ. പിന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബസ്സിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 3000-4000 രൂപയാണ് മിനിമം ഒരു ബസ് ടിക്കറ്റ്. എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. എന്റെ കൂട്ടിൽ ആരോ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവർക്കൊന്നും ട്രെയിൻ ടിക്കറ്റ് ഇല്ല. എന്തായാലും നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവാണ്. സോ ഓബിയസ് ആയിട്ട് നമുക്ക് ഒരുപാട് കുറെ വിശേഷങ്ങൾ നമ്മളെ ക്രിസ്മസിനെ പറ്റിയിട്ടും ന്യൂ ഇയറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഹോപ്പിംഗ് ടു സീ എവരി വൺ ഇൻ ദ നെക്സ്റ്റ്. ഫസ്റ്റ് കുഷ്ക എക്സ്പീരിയൻസ് ആരാണ് സജസ്റ്റ് ചെയ്ത്, എവിടുന്നാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറ.
ഇപ്പൊ എന്റെ ഫസ്റ്റ് കുഷ്ക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കോളേജിൽ പഠിക്കാൻ വന്നത് 2013 ഞാൻ ഇവിടെ വന്നത്. അപ്പം എന്റെ കോളേജിന് ജസ്റ്റ് ഞാൻ വൈറ്റ്ഫീൽഡിലായിരുന്നു. അപ്പൊ കോളേജിന് ജസ്റ്റ് മുമ്പിൽ തന്നെ അവിടെ ഒരു അമ്പൂർ ബിരിയാണി ഷോപ്പ് ഉണ്ട്. അപ്പം സജസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയില്ല, സത്യമായിട്ട് അവിടുത്തെ മണം അടിച്ച് അതെന്താണ് സംഭവം എന്നുള്ളത്. കാരണം അവിടെ നല്ല തിരക്കാം. നീ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആൾക്കാർ ഒബ്വിയസ്ലി അവിടെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾക്കാർ എങ്ങനെ കഴിച്ചവരും കഴിക്കാത്തവരും മണം അടിച്ചിട്ടെങ്കിലും അവിടെ പോയിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ബ്രേക്ക് ടൈമിൽ ഈ മണം അടിച്ചിട്ട് ഞാൻ അങ്ങനെ ഉള്ളിൽ കയറുകയാണ്. അങ്ങനെയാണ് ഞാൻ അവിടുത്തെ കുഷ്ക ആദ്യമായിട്ട് കഴിക്കുന്നത്. കഴിച്ചപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു നാട്ടത്തെ ഒരു, കാരണം ഞാൻ മലബാറിനാണ്, അപ്പൊ മലബാറിന്റെ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സാധനം, അതായത് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കുഷ്ക കഴിക്കുന്നത്. പിന്നെ കഴിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സാഹചര്യ സമ്മർദ്ദം വരും. പിന്നെ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ മാസത്തിലോ ഒരിക്കോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലായിട്ട് ഇങ്ങനെ കുഷ്ക ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവം കഴിക്കണം എന്നുള്ളൊരു അവസ്ഥയായി. അതാണ് എന്താ വിഷ്ണുവിന്റെ കുഷ്ക എക്സ്പീരിയൻസ്. ഞാനിവിടെ MBA ചെയ്യാനായിരുന്നു 2017. അപ്പം വരുന്ന സമയത്ത് റൂം എടുത്ത ആദ്യം തന്നെ. അപ്പൊ ഹോസ്റ്റലും കാര്യങ്ങളൊന്നുമില്ല, ഫുഡില്ല. നമ്മള് സെൽഫായിട്ട് കുക്ക് ചെയ്യാനും സമയമായിട്ടില്ല, പഠിച്ചു വരില്ലല്ലോ. അപ്പം പുറത്തു പോയി കഴിക്കുക, അതേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു ആനന്ദിക്ക്, അവരാണ് ആദ്യം നമുക്കൊരു സാധനം കഴിക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭൈരവ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു ബേക്കറിൽ, അവിടെ പോയിട്ടാണ് ആദ്യം കഴിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഫാന്, കാരണം ഇത്ര ചീപ്പ് റേറ്റിന് എത്ര നല്ല ഫുഡ് കിട്ടുകയാണെങ്കിൽ ഒരാളും പിന്നെ അത് വേണ്ടെന്ന് വെക്കത്തില്ല. ഇപ്പം കയ്യിൽ പൈസ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടായാലും ഞാനിവിടെ 2018 വന്ന സമയത്ത് എന്റെ കമ്പനിയിൽ ഓൾമോസ്റ്റ് കുറെ മലയാളീസ് ആണ്. അപ്പൊ ഒരു ദിവസം എന്റെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ പോയ സമയം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സച്ചിൻ വീരബാബു എന്ന് പറയുന്ന 2 കന്നഡ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഫുഡ് കഴിക്കാൻ പോകാം. ഞാൻ പറഞ്ഞു ഞാനും വരാനായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ ആദ്യമായിട്ട് കുഷ്ക ഷോപ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പ്, ഫ്രണ്ടിൽ തന്നെ വലിയൊരു ചെമ്പിൽ ബിരിയാണി വെച്ചിട്ടുണ്ട്. പോയി നോക്കുമ്പോൾ എത്ര പൈസ നോക്കുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട്, 30 രൂപ കുഷ്ക, 30 രൂപ ഹാഫ് കബാബ്. 60 രൂപ ഞാൻ നോക്കുമ്പോൾ ഒരു ബിരിയാണി ലെവലിൽ വയറ് നിറയുന്ന സാധനം. നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ലെങ്കിലും ഒരു വേറൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മളെ ഇഷ്ടത്തിന് വരുന്ന സാധനമായിട്ട് ഒരു അടിപൊളി ടേസ്റ്റ്. പിന്നെ അത് സ്ഥിരമായി. പിന്നെ കേരള മെസ്സൊക്കെ പോയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുഷ്ക ഷോപ്പ് തേടി പോക്കാൻ തുടങ്ങി. പിന്നെ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്ന് പിന്നെ സാഹചര്യത്തിനനുസരിച്ച് കഴിക്കുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെയാണ് എന്റെ ഒരു കുഷ്ക എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പൊ അമ്പൂർ ബിരിയാണി എടുക്കാണെങ്കിൽ തന്നെ അവർക്ക് തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അവർക്ക് തന്നെ അറിയാവുന്നല്ലോ ഇത്ര ബ്രാൻഡ്സ് ഉള്ളത് എന്തൊക്കെയാ. സ്റ്റാർ അമ്പൂർ, പിന്നെ A1 അമ്പൂർ, അങ്ങനെ എന്നൊക്കെ പറയാം. ശരിക്കും അമ്പൂർ എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് അല്ലെ. സോ അവിടെ ഫേമസ് ആയിട്ടുള്ളത് ഒന്ന് ബിരിയാണി മാത്രമല്ല, നമ്മുടെ ഇപ്പം ലെതർ പർച്ചേസിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് അമ്പൂർ. അപ്പൊ അവിടുത്തെ ഫേമസ് ആണ് ഈ അമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത്. ഇപ്പം നമ്മള് കൂട്ടുകാരൊക്കെ ആയിട്ട് കുറെ പോയിട്ടുണ്ട്. അവിടുത്തെ അമ്പൂർ ബിരിയാണി കഴിക്കാൻ മാത്രമല്ല, പക്ഷെ ടേസ്റ്റിന്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ബിരിയാണിന്റെ ഒരു ടേസ്റ്റും ഇവിടുത്തെ ബിരിയാണി ടേസ്റ്റിന്റെ വ്യത്യാസമുണ്ട്. കാരണം അതെ ഇവിടെ പോയിക്കാനല്ല, ഇപ്പൊ നമ്മള് കോഴിക്കോട് ബിരിയാണി അതിപ്പോ നീ എത്രയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പോയി കഴിക്കുന്ന ബിരിയാണി അത് തന്നെയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാലും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ് അമ്പൂർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുഷ്കയുടെ. നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് സംതിങ് കുക്കിംഗ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ട് അന്നപ്പോ പലരും ചോദിക്കും, അമലിന്റെ കമന്റ് തന്നെ ഇത് കുക്ക് ചെയ്യുന്ന ലാബിലാണോ അല്ലെ കിച്ചണിലാണോ? അതേപോലെ തന്നെ എവിടെയാ ലൊക്കേഷൻ, പിന്നെ കുഷ്ക എന്നുള്ള പേര് വെറും കുഷ്കാണ് നമ്മൾ ആദ്യം റിവീൽ ചെയ്ത്. എന്നപ്പോ ഉറപ്പിച്ചു വരും ഇവര് 3 പേരും കൂടി. അപ്പൊ നമ്മൾ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഏത് ബിരിയാണി കടയാണ് തുടങ്ങുന്നത്, എവിടെയാണ് ലൊക്കേഷൻ, വരാൻ പറ്റുമോ, മന്തിയുടെ കാര്യം പറയാണ്ടിരിക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ എവിടെ തട്ടിക്കാനും മന്തിയാണ്, മന്തിയിൽ തട്ടിയിട്ടുള്ള നടക്കുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ എവിടെ കണ്ടുകഴിഞ്ഞാലും ഇപ്പം നമ്മുടെ ഒരു ഈ യങ് ജനറേഷൻ എസ്പെഷ്യലി അവര് നോക്കുകയാണെങ്കിൽ അവർക്ക് മന്തി എന്ന് പറഞ്ഞാൽ അത് വേറൊരു കിക്കായി മാറി അല്ലെ. എനിക്ക് സത്യം പറഞ്ഞ നിങ്ങളാരും തെറി പറയില്ലെങ്കിൽ ഞാൻ സത്യം പറയാം, എനിക്ക് മന്തി ഇഷ്ടമല്ല. മന്തി ഇഷ്ടമല്ല എന്നല്ല, മന്തിനെ സംബന്ധിച്ച് എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ഒരാളുടെ പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ടാവും. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബിരിയാണി, കാരണം എനിക്ക് ബിരിയാണിനെ വെല്ലാൻ മന്തി ആയിട്ടില്ല എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. എനിക്ക് അങ്ങനെ തരും. ഞാനപ്പോ മലബാറിൽ കല്യാണത്തിന് അറിയാലോ, മന്തി പ്ലേറ്റിലുള്ള ബിരിയാണി ഉണ്ടാവും. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ ബിരിയാണിയാണ്. ബിരിയാണി ബിരിയാണി എപ്പോഴായാലും ആ ഒരു എന്താ പറയണ്ടത്, അതിപ്പം നമ്മളിപ്പോ ആരെ കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം അങ്ങനെ, അതായത് ബിരിയാണി ഇസ് ലൈക്ക് ഓൾ ടൈം ഫേവറേറ്റ്. അതൊരു നെവർ എൻഡിങ് ആണ്. മന്തി ഒരു ട്രെൻഡ് പോലെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി, നമ്മളെ മലബാർ സൈഡ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടച്ചാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ പോകുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പേഴ്സണൽ
കമന്റ് ബോക്സിൽ പൊങ്കാല ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം കേരളത്തിലെ യുവാക്കൾ ഹരമായി മാറിയിരിക്കുന്നത് വേറെ ആരുമില്ല, അത് നമ്മുടെ സ്വന്തം മന്തിയാണ്. അതെ, നമ്മളിപ്പോ എനിക്ക് തോന്നിപ്പോ നമ്മുടെ മറ്റുള്ള സെലിബ്രിറ്റീസിനെ കാട്ടി കൂടുതൽ ഫാൻസ് ഇവിടെ മന്തിക്ക്. പല ഫ്ലേവർ, പല കളറിൽ, പല ഫ്ലേവറിൽ, പെപ്പറി, ചില്ലി, ഹണി ചില്ലി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞിട്ട് വരും. പക്ഷെ ഓൾ അസൈഡ് അന്ന് നിന്നും മലയാളികളുടെ എസ്പെഷ്യലി ബാംഗ്ലൂർ മലയാളീസിന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മന്തി. ഇപ്പൊ കുഷ്കയാണ്. ഇപ്പൊ ഞാൻ പേജിൽ ഇപ്പൊ മന്തിന്റെ ഒരു ട്രോൾ ഇട്ടുണ്ടെങ്കിൽ, അല്ല കുഷ്കാന്റെ ട്രോൾ ഇട്ടുണ്ടെങ്കിൽ അതിനില്ലാത്ത ലൈക്കും നമുക്കില്ല. കാരണം അത് അത്ര ഒരു വികാരമാണ് ആളുകൾ. അതെ അതെ അതെ, എത്ര പേർക്ക്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, അതായത് കാശുള്ളവർ, കാശില്ലാത്തവർ, ഇനി കാശ് ഉണ്ടായിട്ടും ഇല്ല എന്ന് വിഷ്ണുപുരത്ത് ഇല്ല എന്ന് അഭിനയിക്കുന്നത്, അങ്ങനത്തെ എല്ലാവർക്കും എന്താ പ്രിയമാണ് നമ്മുടെ സ്വന്തം കുഷ്ക. അതെ, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സെന്ന് പറയും, വയറെന്ന് പറയും. ഈ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഓരോ കുഷ്ക സ്റ്റോറീസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കുഷ്ക സ്റ്റോറീസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമന്റിൽ ഇടുക. ബേസിക് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആദ്യത്തെ കുഷ്ക സ്റ്റോറീസ്, എങ്ങനെയാണ് ഹൗ ഡിഡ് യു, എങ്ങനെയാണ് ആരാണ് നിങ്ങളെ കുഷ്ക പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുഷ്ക കഴിച്ച എക്സ്പീരിയൻസ്, അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കിട്ടിയ പണികള്. ചില ആൾക്കാർക്ക് വയറിളകുന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് നമുക്ക് വല്ലാണ്ട് പണി കിട്ടി. എന്നാലും നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതിപ്പോ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുന്നത്. ചില സ്ഥലത്ത് ഇപ്പം ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു സ്ഥലത്ത് അത് എനിക്ക് റിവീൽ ചെയ്യണ്ട, ബട്ട് അഗെയിൻ നേരെ പോയി കഴിക്കുകയാണ്. അപ്പൊ കഴിച്ച് ഞാൻ ഇങ്ങനെ കിച്ചൺ ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്നു കേട്ടോ. സ്ഥലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പുഷ്ക കട എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഹൈജീനിക് കാര്യങ്ങളും നമ്മൾ നോക്കില്ല, ജസ്റ്റ് കണ്ണും പൊട്ടി ഫുഡ് കഴിച്ചിട്ട് വരിക. ഞാൻ അറിയാണെന്ന് കണ്ണ് തുറന്നു പോയി. അപ്പൊ കിച്ചൺ സൈഡായിരുന്നു ഫേസ് ചെയ്യുന്നത്. പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരുന്നു അവിടുന്ന് ചെമ്പിന്റെ പുറകിലൂടെ ഒരു എലി വായുന്ന കണ്ടു. പിന്നെ ഒന്നും നോക്കേണ്ടി വന്നില്ല. ഞാൻ പൈസ കൊടുത്ത് ഞാൻ പക്ഷെ വരാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഹൈജീനിൽ കൊടുക്കുന്ന കടകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞത് ഇപ്പൊ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു 30 rupees എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഹൈജീനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡെഫിനറ്റ് ആയിട്ട്. പക്ഷെ നല്ല ഹൈജീനിൽ നല്ല ഫുഡ് കൊടുക്കുന്നതാണ്. അതെ അതെ അതെ, ഇഷ്ടംപോലെയാണ്. ഇപ്പൊ ബാംഗ്ലൂർ ഇപ്പൊ ഏത് ലൊക്കേഷൻ എടുത്തുണ്ട്. ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി ടു വൈറ്റ് ഫീൽഡ്, എലാങ്ക ടു നമ്മുടെ എവിടെ മൈസൂർ റോഡ്, അങ്ങനെ മൈസൂർ റോഡ് എവിടെ പോയിക്കാലും 4 മുക്കിൽ പോയിക്കാലും പുഷ്ക ഇല്ലാത്തൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ്. മസ്റ്റാണ്. ഓക്കെ, പിന്നെ അവിടെ കൽമി കബാബ് ഉണ്ടാവും. കബാബ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. പിന്നെ അവരുടെ അമ്പൂർ ബിരിയാണി ആയിട്ട് ഉണ്ടാവും. നമ്മള് പുഷ്ക കബാബും കഴിക്കും, പക്ഷെ അമ്പൂർ ബിരിയാണി കഴിക്കുമ്പോ ഒരു 130-150 പുഷ്ക കബാബ് ആകുമ്പോ ഒരു 100. പക്ഷെ ചിക്കന്റെ എമൗണ്ട് സെയിം ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം. ചില കബാബ് കൂടുതലായിരിക്കും. ബിരിയാണി കിട്ടുന്ന ചിക്കനെക്കാളും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കബാബിൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കുഷ്ക. ഇതാണ് നമ്മുടെ കുഷ്കാന്റെ സ്റ്റോറി. പക്ഷെ നമ്മൾ ഇനിയും വേറെ ടോപ്പിക് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന്. അതെ, അതെന്തായാലും ഉണ്ടല്ലോ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലയാളീസിനെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്സ്, അതൊക്കെ ആയിരിക്കും നമ്മൾ അവയർനെസ്. അതായത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ വീക്ക്ലി വൺസ് ആയിരിക്കും നമ്മൾ വരിക. അതായത് ലൈക്ക് വി ആർ പ്ലാനിങ് എല്ലാ ഫ്രൈഡേയും നമ്മുടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. സോ ഡെഫിനറ്റ് ആയിട്ടും അതിനു മുമ്പ് എനിക്ക് വീഡിയോ തീരുന്നതിന് ഇത് പറയാൻ വിട്ടുപോയത്, ഈ കാണുന്നവരെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് ആൻഡ് കമന്റ് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പോഡ്കാസ്റ്റ് ചാനലാണ് ബേസിക്കലി അല്ലേ. അതായത് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നത്, അതായത് സ്റ്റോറി എവിടെ ആയാലും ഒരുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അതിപ്പം ബാംഗ്ലൂർ ഏത് ബുക്കിൽ പോയിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ടെറസിന്റെ കാര്യം. ഇപ്പൊ ബാംഗ്ലൂർ ടെറസ് ആസ്വദിക്കാത്ത ബാംഗ്ലൂർ സ്കൈ. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ നാട് വിട്ട് നിൽക്കുമ്പോൾ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പോണം, എന്തൊക്കെ ആയാലും നാടിന് ആ സമയത്ത് നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്നതും അതൊക്കെ എല്ലാവർക്കും, അത് പ്രായഭേദമന്യേ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അതായത് എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. അതെ അതെ, അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വരുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം അല്ലെ. എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ട് വിഷ്ണു? ഇതന്നെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുകളായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഫസ്റ്റ് എപ്പിസോഡാണ്. അതെ, അപ്പൊ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്, നിങ്ങളുടെ ചാനലാണ്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഇടുക. അതിനെപ്പറ്റി നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എന്തായാലും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ. സോ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്
and see you all in the next episodes of Kushka Talks. And signing off and see you all and see you. Bye. Bye.